പ്രകൃതി രമണീയമായ സ്ഥലം. വരുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈ ഹോയ്. നമ്മൾ നമ്മുടെ കൊച്ചു ഷെഡിലേക്ക് പോവുകയാണ്. ചോട്ടും അവിടെയുണ്ട്, നമുക്ക് പോവാം. ഹലോ ഉമ്മച്ച, ഉമ്മച്ച, തുന്തര തുന്തര, നീ എന്തിനാ ഇപ്പം ചളിക്കാതെ വന്നേ? വീട്ടിൽ പോടാ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുതായിട്ടൊന്ന് പണി മാറിയിട്ടുണ്ട്, നമുക്കത് കണ്ടിട്ട് വരാം. കുഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കുമല്ലേ? നന്നായിട്ടില്ലേ? നോമിപ്പോൾ ബെഡ് റെസ്റ്റിലാണ്. അതൊന്നുമില്ല, ഷോൾഡറൊന്ന് തെറ്റി, ഷോൾഡറിൻ്റെ കുഴ തെറ്റി, കുഴ തിരിച്ച് വീണു. ഇപ്പോൾ ഒരാഴ്ച ഇങ്ങനെ, പിന്നെ ബാൻഡ് ഇട്ട് വരും കേട്ടോ. ആരാ ഈ കോന ഇതവിടെ പോയി വെള്ളം കൊണ്ട് മേടിക്കുന്നോ? ആയിരിക്കും. അതിനവിടെ ടാങ്ങി നിർത്താ പോരെ. അങ്ങനെ വെറുതെ കയ്യും വീശി പോകണ്ടെന്ന് ഓർത്ത് അച്ചാച്ചി കൊടുത്ത പണിയായിരിക്കാം. അയ്യോടാ. അപ്പോൾ ഞങ്ങൾ അച്ചാച്ചിയുടെ കൊച്ചു ഷെഡിൽ ചെറിയ ചെറിയ പാചകങ്ങളുമായിട്ട് പോവുകയാണ്. നോക്കിയേ, അപ്പൊക്ക് എന്നാ പറ്റിയാടാ? അപ്പം എങ്ങനെ കണ്ടില്ല? എങ്ങനെയാന്നു അങ്ങനെ വരച്ചോ? ഓ, എങ്ങനെയാ? ആണോ? എന്നിട്ട് മോൻ എന്തോ ഇതപ്പോ? എൻ്റെ കുഞ്ഞാ കണ്ടേ. ഷോ, അതായത് ഞാനും എൻ്റെ കുഞ്ഞും കൂടെ അവിടെ സോഫ കിടക്കുകയായിരുന്നു. സോഫ കിടന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഥ പറഞ്ഞ് ഞാൻ ബോധം വരുമ്പോൾ എൻ്റെ വലത്തെ കൈ അനക്കാൻ വയ്യ, ഫിക്സ് വന്നതാ. സോഫ കിടക്കുമായിരുന്നു, കൈ എന്തോ വെട്ടിക്കുവോ എന്തോ ചെയ്ത്. കയ്യിലിരുന്ന ഫോണൊക്കെ പുറകെ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഷോൾഡറിൻ്റെ കുഴ തെറ്റി. കുഴ തെറ്റിയിട്ട് കുഴ എല്ലാം ഇപ്പം ശരിയായി. പക്ഷേ കുറച്ച് ദിവസം ഇനി പണിയായിരിക്കും. ഭയങ്കര വേദനയാണ് കൈക്ക്, ഭയങ്കര. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്, ആദ്യമായിട്ടാണ് കൈക്ക് ഇങ്ങനെ പണി കിട്ടുന്നത്. നമ്മളെ ഷെഡ് പിന്നെ നമുക്ക് പേരയ്ക്ക പറിക്കാൻ പങ്കിടൂ. എന്ത് കട്ടിലൊക്കെ പൊളിച്ചു വെച്ചോ ചാച്ചി? ഓ, കരിമ്പായല്ലോ. വരുന്നടാ സുരേഷേന്നോ? എടാ അച്ചാച്ചി അല്ലടാ, അണ്ണാണിയാ വിളിച്ചേ. നമ്മളെ കശുമാവ്, പുളി, മഞ്ഞപ്പൂ, വേറെ നക്ഷത്രപ്പുളി, ചുമന്ന പേരയല്ലേ? അല്ലേ, ഇത് പുളിയല്ലേ ആണേ? ഇത് പിന്നെ പിയറാ കണ്ടിട്ട് വീഴുവോ? ചപ്പട ഏത് കൈയെ പിടിക്കുമോ? അപ്പടെ ഒരു കൈ വികലാങ്കയാ, ഈ കൈ അവനറിയാം. പോട്ടെ, അപ്പം നടന്നോളാം, പൊക്കോ. പിന്നെ ആര് വീഡിയോ എടുക്കും? അപ്പോൾ വീഴുവാണ് മോൻ പിടിച്ചാൽ മതി കേട്ടോ. ഇവിടെയാണോ നോക്കണ്ടേ? അപ്പോൾ സൂക്ഷിക്കണ്ടേ ഇവിടെയാ? അപ്പം എൻ്റെ ഉടുപ്പ പിടിച്ച് കയറ്റിക്കോ. അയ്യോ, അപ്പം എൻ്റെ വയ്യാത്ത കയ്യാത്. വരുവാടാ സുരേഷ് എന്ന്. ചങ് 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 ചങ്. ചോ, എന്തോ ചെയ്യാനോ? റംബൂട്ടാനാ? അവിടെ തട്ടിയാൻ കിലോ പേരാ കണ്ടോ? അതുണ്ടോ? വലുതുണ്ടോ? എടുക്കട്ടെ. ഒന്നേ, രണ്ടേ, കാണിച്ചേ.
ഒരു മരുന്നൊന്നും അടിക്കാത്ത സൂപ്പർ സാധനം. അപ്പടെ മെയിൻ പരിപാടിയാ? മോന്റെ മെയിൻ പരിപാടിയോ? അവനെ അങ്ങ് എനിക്ക് ഇനി വെക്കാൻ സ്ഥലമില്ല. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അയ്യോ അങ്ങനെ പിടിക്കാൻ പറ്റില്ല, എൻ്റെ കൈയുടെ പുറത്ത് വെക്കാമെങ്കിലേ പറ്റൂ. താഴെ കുഴി കളഞ്ഞവനെ നമുക്ക് ഇറക്കി വിട്ടാലോ? ഇതോ മേളിൽ ഒരെണ്ണം കൂടെ. അത് കളി കുത്തിയാ ഈ സമയത്താണ് എനിക്ക് ശരിക്കും ഒരു ക്യാമറമാൻ്റെ ആവശ്യം. പക്ഷെ ആള് മുങ്ങി. കിച്ചു മുങ്ങിയ വിവരം ഞാൻ സസന്തോഷം അറിയിക്കുന്നു. അണ്ണാണി എനിക്ക് പിടിക്കത്തില്ല. അണ്ണാണി പിടിക്കത്തില്ലെന്നേ. എൻ്റെ തലേ വെക്കാൻ നോക്കുന്നു കിടുവിൻ്റെ കൂടെ. ഈ അച്ഛ ഉണ്ടല്ലോ നമുക്ക് അടിച്ചിട്ടതാ. എന്നാ ഒടിക്കരുത്. കമ്പോ വല്ലതും വെച്ച് പറിച്ചാൽ മതി. കൊള്ളാവടാ? മധുരമുണ്ടോ? ഞാൻ മാറി. കുഞ്ഞാവിപ്പോൾ വരും. എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റത്തില്ല. അവിടെ നിങ്ങളാണ് അച്ഛനും മോനോടൊരു തീരുമാനത്തിലെത്തുവാണ് ഞാൻ ആലോചിക്കാം. എത്താനായി. 1 2 3 സ്റ്റാർട്ട്. വേറെ ഇല്ല, അത് കവറിട്ട് മൂടി വെക്കണ്ടേ? കവറിട്ട് മൂടിയ കിളി കാണുമോ? ശരിയാണല്ലോ. പടപ്പം പേര കണ്ടോ? പടപ്പം പേര നമ്മുടെ കുറേ ഇതുപോലത്തെ മധുരക്കിഴങ്ങ് വിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അതപ്പോൾ കിളയ്ക്കാൻ സമയമായിട്ടുണ്ട്. അപ്പുറം എല്ലാം ഉണ്ട്. കഴിക്കാം. അച്ചാച്ചി ഇത് 10 വർഷം ലൈഫ് ഉള്ളൂ മോനെ. അത്രേ ഉള്ളെങ്കിലും എനിക്കൊരു അറിവുള്ളതുകൊണ്ട് ഇവരച്ഛനും മോനും ചക്കയുടെ വെള്ളടിയാണ്. ഈ പേര് തന്നെ ഉണ്ട്. ഈ പേരൊക്കെ കണ്ടോ? നമ്മുടെ താഴത്തെ മാവില്ലേ, അതും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അതിന്റെ പൂ ഒടിച്ച് കളയണം. അതൊരു ആരോഗ്യം, തടിക്കൊരു ആരോഗ്യം ഉണ്ടാവണം. അല്ല അതിന് പിന്നെ ശക്തി കിട്ടത്തില്ല. ഏതാ ചേച്ചി കളിക്കുന്നേ? താഴെയായിരുന്നോ? എന്നിട്ടാണ് എണ്ണാണ് എന്നെ ഇവിടെ വന്നത്. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ നാരങ്ങ കണ്ടില്ല. മറ്റേ കുഞ്ഞിനെ അക്ഷരം എഴുതിച്ചെടുത്ത നാരകത്തിലെ നാരങ്ങ ഉണ്ടോ? ഇല്ല, അങ്ങോട്ട് പോയില്ല. നിൽക്കുന്നു പഴുത്തിക്കുന്നു. ഇനി കപ്പ ഒരെണ്ണം അമ്മയ്ക്ക് പറിച്ചോളൂ. അമ്മ കഴിക്കുന്നില്ലയോ? മറ്റേതും അങ്ങ് പറയും. ഇനി കിളിയാവല്ലോ തിന്നാതെ. അത് വിളഞ്ഞിട്ടില്ല ചേച്ചി. നാളെ തൊട്ട് അടിയോടി സൈഡിൽ നിന്ന് പുല്ല് കട്ടി വിളഞ്ഞായിരിക്കത്തില്ല. തൊണ്ടിന് കട്ടിയായിരിക്കോ ചേച്ചി? തോടിന് കട്ടിയായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, മൂടി വെച്ചാലോ? ഈ ഇല എന്തെങ്കിലും എടുത്ത് മൂടി വെക്കും. ഇതെന്തെങ്കിലും അങ്ങ് ചെയ്യുമ്പോൾ തർക്കിക്കാൻ നിൽക്കാതെ പറിക്കുക എല്ലാ കളറായെങ്കിലും ചെയ്യുക. പോയാലും പേരൊക്കെയല്ല പോകത്തുള്ളൂ. ഇവരെന്തിനാ ഈ തർക്കിക്കുന്നതെന്നുള്ള. നമ്മുടെ താഴെ വന്ന ആ മാങ്ങയില്ലായിരുന്നു ചേച്ചി, മറ്റേ കൊച്ച് ഇപ്പുറത്തെ കോഴിക്കോട്ടിലോട്ട് കയറുന്നേ. അതിന്റെ പൂവ് ആദ്യമേ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലത് വന്നേനെ. അതിനിപ്പോ ശക്തിയാകും. നല്ലത് ഇടുക്കുന്ന വളമുണ്ടല്ലോ. എന്നിട്ട് ഇതങ്ങ് മുരടിക്കും. എൻ്റെ അമ്മ ഇത് കണ്ടില്ലേ? കണ്ടാൽ ഇപ്പോൾ പറയാം. അവളെ കൊണ്ടുവന്ന് കഞ്ഞിവെള്ളം കുഴിച്ചാൽ കയറി വരും കേട്ടോ. സെല്ലു അമ്മ ഇത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ നിൽക്കുന്നത്. എടാ നീ മാമന് പേവരയ്ക്ക കൊടുത്തോ? എന്തിയാ മാമന് കൊടുത്തോ? നീ കള്ളം പറയല്ലേ. മാമന് കൊടുത്തോ? മാമൻ തോണ്ട് അച്ഛൻ എടുത്ത് ഇപ്പോൾ ഉണ്ടല്ലോ അവിടെ. എടാ കള്ളം, നീ കള്ളം പറഞ്ഞല്ലേടാ. നമുക്ക് കാണാവേ. ഞങ്ങളിതിലേ പോവാം. ഞങ്ങളുടെ ഈ ചുറ്റോട് പറമ്പെല്ലാം എല്ലാവരും ഉപേക്ഷിച്ച് പോവാം. വന്യമൃഗ ശല്യവും പിന്നെ കൃഷി ചെയ്യാൻ ആളും ഒന്നും കിട്ടാത്തതുകൊണ്ട് എല്ലാവരും കാർഷിക വൃത്തി ഉപേക്ഷിച്ച് കിട്ടുന്ന പൈസയ്ക്ക് ടൗണിലെവിടെയും 10 സെൻറ്റ് വീടും വാങ്ങിച്ച് താമസിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇനിയും വസ്തു ഒന്നും വാങ്ങിക്കുന്നില്ല. ഉള്ള പറമ്പെല്ലാം സുരക്ഷിതമാക്കി. ഈ വർഷം തിരക്ക് കാരണം മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്ന കാരണം ഈ വർഷം കൃഷിയൊന്നും ചെയ്യാൻ പറ്റിയില്ല.
എന്നാലും ഇപ്പം നാളെ തൊട്ട് മീനമാസം ഏത് ഈ പടന്ന് കിടക്കുന്നേ ഇത് കപ്പപ്പടല്ലേ കപ്പക്കിഴങ്ങ് അല്ല ആ പടന്ന് കിടക്കുന്നേ അത് തന്നെ കപ്പക്കിഴങ്ങ് ഞാൻ അതിന്റെ കപ്പക്കിഴങ്ങ് ചേച്ചി വരുന്ന മറ്റേ മധുരക്കിഴങ്ങല്ലേ അത് തന്നെ മധുരക്കിഴങ്ങ് ചക്ര ഓഹോ വെറൈറ്റി അല്ലേ ഉള്ള നഷ്ടത്ത് ഇതൊക്കെ കിഴങ്ങായിരുന്നല്ലോ അന്ന് ഇതല്ലായിരുന്നു നമ്മൾ സംശയിച്ചത് എന്തോ സാധനം ഒന്ന് തനി നാടൻ കപ്പക്കിഴങ്ങ് കൊണ്ടത്തെ ഇത് എത്ര ഉണ്ടായെന്നറിയാം നമ്മൾ കഴിഞ്ഞ വർഷം ബീറ്റ്റൂട്ടും ചീര ഇവിടെ നട്ടെ ചക്ക എന്തിയും മഴ പെയ്തോ കന്നിച്ചക്ക അതിനകത്ത് ഇട്ടുണ്ട്, പക്ഷെ ഇത് ചെറുതാ. ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് കുഞ്ഞാവ് കണ്ടുപിടിച്ചാണ് ഈ ചക്കകളെല്ലാം. ഇതൊക്കെ നീ കണ്ടുപിടിച്ചാ? ഞാനല്ലേ വളമിടാൻ വേണ്ടി വന്നേ. അത് കണ്ടോ നാരക? ഒരു കയ്യേലുണ്ട്. ഇത് കുഞ്ഞാ ഇങ്ങനെ കാഴ്ച നിന്നിട്ടേ കണ്ണ് കിട്ടിയിട്ടല്ല പോകുന്നത്. ഇതിന് മാക്സിമം ചെയ്യാവുന്നിടത്തോളം ഇതിൻ്റെ സർവ്വ സാധനം എടുത്തു കഴിഞ്ഞു. അതേസമയം ഇത് പറിച്ച് കളഞ്ഞാൽ കുറച്ച് പൂവായിട്ട് കുറച്ച് നിർത്തി 1-2 നിൽക്കുകയാണെങ്കിൽ ഈ വർഷം കൊണ്ട് ഈ നാരക ഇതിൻ്റെ ഇരട്ടിയാവും. ഇത് നാരകമാണോ അതോ മറ്റേ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഇതെന്തായാലും ഇപ്പൊ പറഞ്ഞ അച്ചാർ ഇങ്ങനെ ഇട്ടിട്ട് 4 സൈഡിൽ കൂടെ കീറിയിട്ടുണ്ടല്ലോ. വെളുത്തുള്ളിയും ഇഞ്ചിയും കായും ഉലുവായും കൂടി ഇട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഓരോ പീസ് എടുത്ത് ചൂട് സമയത്ത് കഴിക്കാനുണ്ടല്ലോ. അതായത് നല്ല പിഴിഞ്ഞു കുടിക്കുന്ന പിഴിഞ്ഞു കുടിക്കുന്നത് നല്ല, ജ്യൂസ് അടിക്കാനും നല്ല. നാളെ സോഡയും ഗ്ലാസ് കപ്പയൊക്കെ പറിച്ച് തീരുന്ന സമയം ഒരു കപ്പ സോഡ എലിയും പന്നിയും കുരങ്ങനും എല്ലാം കളഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കപ്പ. ഏറ്റവും താഴത്തേക്ക് അവൻ പേരക്കം കൊണ്ട് വെച്ചു അമ്മയ്ക്ക്. അതേലോ അത് ഒടിച്ചു വിട്ടുന്നോ? അത് വെച്ച് താമസിക്കും. അതിന് മുള്ളുണ്ട്, അതിന് മുള്ളുണ്ടേ. ഇതിന് മുള്ളുണ്ട്, മുള്ള്. ഇതിന്റെ ഇലയുണ്ടല്ലോ ചുരുങ്ങി തുടങ്ങിയേ. അത് മരുന്ന് ഇതും ഇത് ചെയ്യാം. നമ്മുടെ മറ്റേ ഗോമൂത്രം ഇതും കൂടെ അടിക്കുക. അത് വളക്കുറോ, ഇത് വളക്കുറോ. ഇത് കാണിച്ചിട്ട് നമ്മുടെ കൃഷി ഓഫീസർക്ക് ഒന്നുമില്ല. കൃഷി ഓഫീസർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അപ്പോഴേ മണ്ണുത്തി സർവകലാശാലയിൽ അയച്ചിട്ട് അതിന്റെ ഫോട്ടോ കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട് നമുക്ക് അന്നേരം റിസൾട്ട് വരും. ഇത് ഓറഞ്ച് അല്ലേ ശരിക്കും? ഇതിപ്പോ കൂടുതലൊന്നും ചെയ്യേണ്ട. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 4 അങ്ങ് വരയണം. പറഞ്ഞിട്ട് എന്റെ പൊന്നെ എന്നാ പുളിയാ. കാഴ്ചക്ക് അവനെന്താ ഇപ്പൊ ഈ കപ്പ വേണ്ട. ചാച്ചന്റെ മോളിഞ്ഞ് വന്നു. പക്ഷെ എന്താ പറ്റി? വേറെ അറിയത്തില്ല. ചാച്ചന്റെ മോളിപ്പോ ഇവിടെ ഞങ്ങൾ മോള് പുറത്ത് മോക്ക് വഴി അറിയാത്തോണ്ടല്ലേ. അയ്യടാ ചാച്ചന്റെ മോള് വന്നതാ തപ്പി പിടിച്ച് ചാച്ചന്റെ സൗണ്ടും കേട്ട്. കുഞ്ഞാവിലേക്ക് നമ്മൾ ഏരിയ വരുന്നോളാം. അങ്ങനെ ഓ അതിനുള്ള മഴയൊന്നും പെയ്തില്ല. പിന്നെ എന്താന്ന് വെച്ചാല് അണ്ണാണി കൃഷിക്ക് നല്ലതാ ഈ മഴ. ഒന്ന് തണുപ്പാവും. ഏത് വൃക്ഷത്തിന്റെ ചൂട് ഇങ്ങോട്ട് അകത്തി മാറ്റി വളം ഇട്ട് കൊടുത്ത് നല്ല തടം പോലാക്കണം. എന്നിട്ട് ഉണക്ക് സമയം വരുമ്പോൾ ചപ്പും ചവറും എല്ലാം കൂടി ഇട്ട് ഇതിന്റെ ചൂട് മൂടണം. ഇപ്പൊ കിടക്കാം. അടുത്ത ഈ മഴക്കാലം ആകുമ്പോൾ ഈ വളം അങ്ങോട്ട് തട്ടിയിട്ട്. പക്ഷെ അണ്ണാണി ഇത് പാളിയാനാ മഴ പെയ്തില്ലെങ്കിൽ. മഴ പെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇത് റംബൂട്ടാൻ അബിയു ഉണങ്ങിപ്പോയതാ. ആ മഴ പെയ്തുകൊണ്ട് ഇപ്പൊ ഇച്ചിരി പച്ചപ്പായ. എന്റെ പാത്തു നീ എന്നതാ ഈ കാണിക്കുന്നേ? അവളിപ്പോ ഇങ്ങ് ഓടി വരാനുള്ള പരിപാടിയാ. അത് പറിച്ച മേളിൽ കൊണ്ട് നട്ടു. ഫുള്ള് മധുരക്കിഴങ്ങാ. അതെന്താ മരവാ? മോളെ ഇങ്ങോട്ട് വാ. ചാച്ചന്റെ സ്വത്തേ ഇത് ഇതായില്ലേ? ആ ഇതില് കായ ഉണ്ടായി. എടി ഇതിന്റെ അടുത്തായിരുന്നു എടി. മറ്റേത് സ്റ്റാർ ഫ്രൂട്ട് നല്ല മധുരല്ലേ? രസമുണ്ടല്ലേ?
നാടൻ്റെ പൂവില്ല. ഞാനിത് സാധാരണ ഇത് മൊത്തം വള്ളിയും പറിച്ചിട്ടാണ് കിളയ്ക്കുന്നത്. കിളച്ച് കഴിഞ്ഞാൽ ഉള്ളത് എനിക്ക് കിട്ടും. അപ്പോൾ ഞാനിത് എനിക്ക് അടുത്ത് നടണം. അപ്പോൾ ഈ വള്ളി ഇപ്പോൾ ഇല്ല, അപൂർവമായിട്ട്. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന വള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. പണ്ട് ഇത് വീഡിയോ കാണിച്ചിട്ട് എല്ലാവരോടും ചോദിച്ചത് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് കാരണം ഇതങ്ങ് പടന്നു പോകുമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് മധുരക്കിഴങ്ങ് ഒറിജിനൽ, മറ്റേതൊക്കെ മധുരക്കിഴങ്ങ് ഡ്യൂപ്ലിക്കേറ്റ്. നിന്നെ കുളിപ്പിച്ചല്ലേ പാത്രം മോളെ ചെളി കിടക്കാൻ വീട്ടിൽ ആരയച്ചതെന്നൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല. നമ്മളെ ഒരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ്. വീണ് ചമ്മി അതോടെ പറഞ്ഞോളൂ ഞാൻ കേട്ടോ. വേറെ കാര്യം കാണിക്കാനുണ്ട്. കെടുവിൻ്റെ 1-ാം പിറന്നാളിന് എനിക്ക് പെരുമ്പാവൂർ സ്ഥലം എനിക്ക് ഓർമ്മയില്ല, ഒരു മാവ് അയച്ചു തന്നു. അതിപ്പോൾ 2 കൊല്ലത്തിന് ശേഷം എൻ്റെ വളർത്തി ഒന്ന് കാണിച്ചു കൊടുത്തു കുഞ്ഞാവേ. അതുകൊണ്ട് ആ കട്ടിങ്ങിനകത്തുണ്ട് കാണുന്നവര് പെരുമ്പാവൂരെന്നാന്ന് എനിക്ക് തോന്നുന്നു. ഈയിടെ കണ്ട് യൂട്യൂബിൽ ഇത് ഏതാണ്ടൊക്കെ അസുഖത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് സുലഭനൊന്നും കേട്ടു. നിലത്തിടരുത്. നിനക്കിട്ടു ഡാ കഴിക്കുന്ന സാധനം വെച്ച് കളിക്കരുത്. ഓരോ മുട്ടിനുമേ മണ്ണ് അയച്ചിട്ട് കൊടുത്തേച്ച് മണ്ണും കൊടുക്കും. ഉറച്ച മണ്ണിലൊന്നും തഴച്ചിറങ്ങി വളരത്തില്ല. ഇത് കുറച്ചെടുത്താൽ അതേ ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കത്തില്ലയോ? നമ്മൾ ഉണ്ടാക്കുമ്പോൾ 2 പീസ് അവനും കൊടുക്കണ്ടേ? ഇതിലെല്ലാവരും പിന്നെ ശകർക്കന്തെന്ന് പറയണേ. അത് തന്നെ. അവിടെ കൊണ്ടുവെക്ക്. അത് പുഴുകി കൊടുത്തോളാം. അവിടെ അജയമാമനെ കൊണ്ടുപോകും. അവന് വടീൻ്റെ ആവശ്യമുണ്ട്. നിന്റെ അച്ഛ ഇടൂ. ഞങ്ങളുടെ അജയമാമൻ കപ്പത്തണ്ടിന് അടി കൊണ്ടിട്ടുണ്ടോ കിടേ? ആ പാട്ട് കേട്ടായിരുന്നോ? മുഖം കെറിച്ചിരിക്കുന്നത് അത് ഓസാടാ. വലിച്ചു പൊക്കണ്ട. നോക്കടാ അച്ചാച്ചി ഇതെടുക്കുന്നുണ്ടാവും. അണ്ണാണ് ഇത് മറ്റേ ഇത് തന്നെയാണ് സംഭവം ശരിക്കും. ഏതാ കണിക്കുന്ന പോലത്തെയാണ്. പക്ഷേ അതിൻ്റെ പൂവൊക്കെ ഉണ്ടോ? ഹൈബ്രിഡ് കൊന്നേത് അല്ല ഇപ്പൊ കമന്റ് ചെയ്യാൻ പറ. ഇത് ഒറിജിനൽ കണിക്കുന്ന കൊന്നയല്ല, ഹൈബ്രിഡ് കൊന്ന. ഇപ്പൊ ഈ വിഷുവിന് വരെ ഹൈബ്രിഡ് കൊന്നാ പറയുന്നത്. പക്ഷേ ഇത് എന്നറിയാം വലിയ മരമായി പോകുന്നുള്ളൂ. തണൽ മരം എപ്പോഴും പൂണ്ടാവും. അത് പിടിച്ച് അതിന്റെ മേലോട്ടിട്ടേ മതി. അജാജി ഇത് അങ്ങോട്ടാ കയറ്റിയാ മതി. അതിന്റെ മേളി നല്ല ഭംഗിയായിരിക്കും. വലിച്ചു പിടിച്ചാ മതി. വലിയ മരം ഓടി. എൻ്റെ പാത്തേ നിന്നെ കുളിപ്പിച്ചല്ലെന്ന് നിനക്കൊന്ന് പോയി ഈ ചെളി വന്ന് കിടക്കാതെ അകത്ത് പോയി കിടന്നൂടെ? ആ ചെറിയ രീതിയിൽ പിന്നെന്തുവാ കളെ? ഇത് പൂവാണോ? അന്ന് പൂ പറിക്കല്ലേ മോനെ. അതേ കായാവോ? അത് കഴിഞ്ഞ് നമുക്ക് തിന്നേണ്ടതാ. മോനെ പറിച്ചു കളയുന്ന നല്ലത്. തൊടാനും പാടില്ല. തൊട്ടാ പിന്നെ അത് വളരത്തില്ല. അടുത്ത അടി ഇതിന് നിൽക്കുന്ന അപ്പക്കെട്ടായിരിക്കും. അപ്പനെ അടിക്കുമ്പോൾ തുറന്നാട്ടോ. അതുകൊണ്ട് അവൻ തൊടില്ല. കണ്ടോ ഇതാണ് കായാവുന്ന കണ്ടോ? പച്ച കളറിൽ ഇത് നോക്ക്. പൂവുണ്ടോ കായാവുന്നു? ഈ കളർ ഇത് കായ. അതിൻ്റെ അടിയിലേക്കുണ്ടോ? ഇല്ലല്ലേ. ഈ പൂവെന്നുണ്ടായ കായ ഈ കളറിൽ കാണുന്നത്. അങ്ങനെ കുറേ കായാവും. ഇല്ല ഇതാ കണ്ടോ ഒത്തിരി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ പൂവെന്നാ കായാവുന്ന. പൂ നമ്മൾ തൊട്ടാൽ പോവും, പിന്നെ കായാവൂല. തൊടുവോ? അല്ല അജാജി കിഴങ്ങ് കൊണ്ടുപോകുന്ന ഒരെണ്ണം മേടിച്ച് പിടിക്കാൻ നിനക്ക് തോന്നിയോ? മോളെ വന്നേ പാത്തേ. എൻ്റെ സ്വത്തേ സ്വത്ത് താഴ്പോ. ചാച്ചൻ ഇറങ്ങി. കൊച്ചാച്ചൻ ഇറങ്ങിക്കേ. കൊച്ചാട്ടൻ ഇറങ്ങി. കൊച്ചാട്ടൻ ഇറങ്ങിയിട്ട് ഗേറ്റ് അടയ്ക്കാവുള്ള. കൊച്ചാട്ടൻ ഇറങ്ങാൻ. ഇപ്പൊ ബാക്കിയുള്ള കുണ്ടിയും കൂടിയും പോവും. വീട് ഓടല്ല. നമ്മളിവിടെ ആയിരുന്നു ഷെഡിലാ. ഇപ്പൊ ഇവിടെ ഊഞ്ഞാലോടുണ്ട്. ആ പ്രസവിച്ചോളെന്തിയേ കുഞ്ഞാ? എത്ര കുഞ്ഞുണ്ട്? ഒന്നേ ഉള്ളോ? ബാക്കിക്ക് എന്തോ പറ്റിയാ? അവള് തന്നെയോ? അല്ല ഇപ്പോ വാർത്ത വായിക്കുന്ന ഏതോ പട്ടിയാന്ന് തോന്നുന്നു പ്രസവിച്ചേ. അവളെ 4 പിള്ളേരെ കുഴിച്ചിട്ട് പെറ്റോടനെ. വല്ലാത്ത പരിപാടിയായിപ്പോയി. ടെക്നോളജി ആയിപ്പോയി. ഇതാരാ ഇത്? ചുമ്മാ കാണിച്ചാടാ അങ്ങനെ. മോൻ അങ്ങനെ അവനും കാണിച്ചല്ലേ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ.
മാമനെ നമുക്ക് തള്ളിയിട്ടാലോ? അതെങ്ങോട്ടാ വടി പോകുന്നുണ്ട്? കുഞ്ഞൊന്ന് അടങ്ങിയിരുന്നു, കൊച്ചിനെ പത്ത് വഴക്കുണ്ട്. കണക്കറി ഇത്രയും തെളിഞ്ഞത് അപ്പോഴാണ്. എൻ്റെ മോന്തിച്ചങ്ങനെ മണ്ണ് വീണിട്ടുണ്ട്. കുഞ്ഞാ നോക്കി മണ്ണ് വാരി എറിയിക്കുവനെ കൊണ്ട്. കൂടെ നമുക്ക് ഷെഡിപ്പാം. ഇപ്പോൾ അപ്പം കയറി പോവാം. രണ്ടും കൂടെ വടി ഓടിട്ടെ. എനിക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ, രണ്ടും കൂടെ വടി ഓടിട്ടെ. അടുത്ത് എന്താ പറയണ്ടേന്ന് വരെ അവനറിയാം. ഹലോ തമ്പുരാട്ടി. വാഴക്ക ചക്കട്ടി ഞങ്ങൾ തണുപ്പിച്ച് വെച്ചേക്കുക. ചെരുപ്പ് ഊരിയിട്ടിട്ട് ചെരുപ്പ് ഇവിടെ പുറത്ത് ഊരിയിടണം. ഇവിടെ ഇരുന്നോണ്ട് പറയാം. ഒരു കട്ടില് മടക്കിയിട്ടിരിക്കുന്നു, മറ്റൊരു കട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. അച്ചാച്ചി ഒരു ആമക്കുഞ്ഞിരിക്കുന്നു ഷെൽഫിൽ. എടുത്ത് കളഞ്ഞാലോ? നിക്കറൂട് പൂട്ട് പാട്ട് പഠിക്കുന്ന ആമക്കുഞ്ഞ്. പാട്ട് പഠിക്കുന്ന ആമക്കുഞ്ഞ. എന്ത് പറ്റി മോനൊരു വിഷമം? എക്സ്ക്യൂസ് മീ, ഇവിടെ മോൺ. അതെ, ഫോൺ എടുക്കുന്നത് ന്യായമായ കാര്യമല്ലെന്ന് പറഞ്ഞ കേട്ടാ. ന്യായമായ കാര്യമല്ലെന്ന്. എന്തോ നിനക്ക് തരണ്ടേ? അത് നിനക്കെന്തിനാ? ഇത് നിനക്കെന്തിനാടാ? ഒരു കാര്യം, രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോവോ? മാമനെയോ നിന്നെയോ പറഞ്ഞു വിടണോ? രണ്ടിനെയും കൂടെ പറഞ്ഞു വിടുന്നുള്ളൂ. അതെ ശരി, രണ്ടുപേരുടെ അവിടെ പോക്കോ. അപ്പൊ അടിച്ചാൽ മതിയോ മാമനെ? അപ്പൊ നിന്റെ വേദന പോവോ? അയ്യടാ കുഞ്ഞാത് മാറ്റി വെച്ച്. നിനക്കിപ്പോൾ അതുകൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നേ? ഒരു പപ്പടം കുത്തിയും കൊണ്ട് തിരിച്ചു വെച്ചു. നീ അങ്ങോട്ടാ വണ്ടി റൂട്ട് വിട്ട് പോവാ? നമ്മൾ അടുത്തതായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മധുരക്കിഴങ്ങ് വൃത്തിയാക്കുന്നത്. ഇച്ചിനോട് മീനോ വല്ലതും മേടിച്ചോണ്ട് വരാൻ പറയണോ? അങ്ങനെ നീ പറഞ്ഞ ഇപ്പൊ വെച്ചു. ചെറിയ ഡിസൈൻ സാരമില്ല, ഇത്തിരി മണലൊക്കെ വേണമെന്നാ. ക്രിക്കറ്റ് കാണുക. നാലാമത്തെ ചെരുപ്പിട്ടുണ്ട് കയറിയ ചേച്ചി. ആരാണ് എനിക്ക് അവിടെ കോപ്പിറൈറ്റ് ഇതുണ്ട് കമന്റ് വായിക്കാൻ കണ്ണാടിയായിട്ട് കയറി വന്ന. അങ്ങനെ പറഞ്ഞത് എന്താക്കി? നല്ലതാണല്ലോ. അമ്മയ്ക്ക് തന്നെ ഒരു പേരിട്ടു. ഗോപാല ഒഴിച്ച് നീ എന്തും പാടിക്കോ. ഗോപാലെ ജനഗണ ഒഴിച്ച് നീ എന്തും പാടിക്കോ. കിടൂ പാടിക്കോ. ഏത് വല്ലെന്ന് കിടു? ഏത് കിടു? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമൻ കിടുവാ? മറ്റേ പാട്ടൊന്നും പാടാ? എടാ അപ്പ നമ്മുടെ കുമ്പളത്തെ പാടാ? അനിയത്തി പാടുന്ന പാട്ടാ. പിന്നെ എന്റെ അനിയത്തി പാടുന്ന അത് മാമനെ ഊഞ്ഞാലാടാനാ. എപ്പോ തൊട്ട് എന്നാ അമ്മ മേടിച്ചങ്ങ് ചിരണ്ടിക്കൂ. ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ല അമ്മയെ ചെയ്തെന്നും പറഞ്ഞ്. ചെയ്യുന്നോ? അമ്മ കരിയപ്പ ഉണ്ടമ്മേ? അമ്മ എന്തോ ഇല്ലേ അമ്മ കണ്ടില്ല? അവന്റെ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ കണ്ടില്ലെന്ന്.
ഇതെല്ലാം കല്യാപ്പൂർക്ക് സാധനങ്ങളുണ്ടെന്ന് അപ്പൊ പേരക്ക കുട്ടി അമ്മ കിടു കൊണ്ടു തന്നോ? അമ്മേ പേരക്ക കൊണ്ടു തന്നോ കിടു? അതിനോട് വന്ന് പറഞ്ഞു മത്തങ്ങയാണ്. എന്നിട്ട് ഞാൻ കിടക്കുന്നത് പേരക്കയല്ലേ, അത് മത്തങ്ങ കുഴിന്ന് കുറച്ചാണ് അങ്ങനെ പറഞ്ഞേ. മണ്ണിക്കിടക്കുമായിരുന്നു ഇലയിൽ കുഴിയില് ചോട്ട് നിന്നാ ചേട്ടാ എനിക്കത് കാണാൻ പറഞ്ഞില്ല. എന്ത് ചെയ്യുന്നിട്ടത്? അവിടെ തന്നെ ഇരിപ്പുണ്ട്, പേടി മുറിച്ചു വെക്കോ? കൊടുക്കാൻ പറഞ്ഞു ചേട്ടി. എടി ഇത്രയും പേരക്കാണ് വീട്ടിലുണ്ട്. ഇത് കൊള്ളാവോ? മധുരം ഉണ്ടോ? ആകെ ചോപ്പ്. ഇത് ചോപ്പ് ഇതാ ചോപ്പാ? അറിയില്ല, മുറിക്കുമ്പോഴേ വേറൊരു ചെറിയ സൈസ് പേരക്ക നല്ല മധുരം. അത് ഞങ്ങൾ 3 പറിച്ചു. 3 അത് നമ്മൾ വാങ്ങിച്ചല്ല, തന്നെ ഏതാ? നമ്മുടെ മറ്റേ അരി ഒവ്വാലും ഉണ്ട്. വെട്ടുന്ന എന്തിനാ? കിളി കണ്ടില്ല അവിടെ ഇരിക്കുന്നത്. അതാ പറഞ്ഞാണി പറഞ്ഞ കവറിട്ട് മൂടണ്ട. ഇപ്പൊ കിളി കണ്ടിട്ടില്ല, കവറിട്ട കിളി കാണുമോ? അമ്മയുടെ പേര് വെച്ച് പാട്ട് പാടും. സുലു ഒരു ദേവതയായിരുന്നു പാടിക്കൊടുത്തരാ. എന്തിനാടാ നീയും വരെ എന്നെ കളിയാക്കുന്നത്? ഇവരോ എന്നെ ഇത് കളിയാക്കുന്നത്. മറ്റേന്ന് പഠിക്കും, ഏത് സമയം കളി മറ്റേ സുലോന ഇന്നജാറ് സുലോന ഒന്ന് പഠിക്കും, അങ്ങനല്ല സുലോന ഒന്ന് പഠിക്കും. മക്കൾ ആവശ്യമില്ലാത്തൊന്നും സുലുവല്ലയോ മോന്റെ അമ്മ? സുലുവമ്മയല്ലയോ? അവര് അല്ല സുലോചന അല്ലല്ലോ, സുലോചന. യോ കഴിഞ്ഞ ദിവസം ഞങ്ങള് പോയപ്പോ എന്ത് കുർത്തക്കടാ, ഒറ്റ നമ്പറിൽ ഇവനേക്കുള്ളൂ. അണ്ണാണി വണ്ടി നിർത്തിക്കോ, ദേ അവന്റെ അമ്മ കൊടുത്തിട്ട് പാവുന്നു. അതിലങ്ങ് തകരും. എനിക്ക് അമ്മയും വേണ്ട, എനിക്കൊരു അച്ഛനും വേണ്ടത്. നീ വഴക്കുണ്ടാക്കുന്നോണ്ടാ അമ്മ വരാത്തെ? മണിയമ്മ വഴക്കുണ്ടാക്കാത്തോണ്ട് അവള് അവിടെ നിൽക്കുന്നു. അമ്മൂന്റെ അടുത്ത് മറന്നു വെച്ചേച്ചു വരട്ടെ. അമ്മ ആരാ മീ വിളിക്കുന്നേ? അതെന്നാ പറ്റാത്തെ? വലിച്ചു കീറരുത് കൈ. അവരിത് വേറെ കാര്യമാ. ആഹാ, ഇതിനകത്ത് ഒരു താരം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഇപ്പൊ കേറി? അമ്മ ഉണ്ടായിരുന്നോ? ആരാത്? പാത്തു അവിടെ വള്ളി ഇതിന്റെ ഗേറ്റിന്റെ അവിടെ നിക്കുക, ചെയിലിങ്ങിന്റെ അടുത്ത്. വഴക്ക് പറയുന്ന ഓർത്ത് മിണ്ടാതിരിക്കും. അല്ല, ചെയിലിങ്ങിന്റെ അവിടെ ഒന്ന് കുഞ്ഞാവെ കണ്ടോണ്ടിരിക്കുക. കുഞ്ഞാവ നടക്കുന്ന അനുസരിച്ച് ഇങ്ങ് വന്ന് അകത്ത് കയറി കൂടെ വന്ന് കയറി കിടക്കുക. ചാച്ചന്റെ മോൾ പറഞ്ഞാ കേക്കാത്ത. എടാ കിടു കടിച്ചെന്ന് കാണിച്ചേ, കടിച്ചെന്ന് കാണിച്ചു. ഇഞ്ഞു 2 പേരെ കാണിക്കണമല്ലോ. ഇവരൊരു പട്ടിയാ, പേപ്പട്ടി. ഇവിടെ 2 പേപ്പട്ടിയും കൂടെ ഉണ്ട്. ഈ ഉള്ള പട്ടിയൊന്നും പോരാ. ഒരു പല്ലിന്റെ പാട് കാണില്ലടാ, നോക്കട്ടെ. ഇത് നമ്മുടെ കിടു കടിച്ച പാട്. ഇനി മോന്റെ കയ്യിൽ നിന്ന് കാണിച്ചടാ. ഇവൻ കടിച്ച എവിടെയാ? എടാ ഉടുപ്പൊന്ന് മാറ്റി കാണിച്ചേ. ഷർട്ടിന്റെ തോണ. ഇത് കിച്ചുപട്ടി കടിച്ചത്. ആ ചുമപ്പ് അത് തന്നെ, VCG കുട്ടിയുടെ ഞാൻ എടുക്കാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു പരസ്പരം കടിച്ചിട്ട്? കൊള്ളായിരുന്നോ? നീ ഏത് വൈറ്റാണ്? എങ്ങനെയുണ്ടാ അവിടെ ചുറ്റുപാടൊക്കെ? നമുക്ക് പറ്റിയ വല്ല കാലാവസ്ഥ ഉണ്ടോ? ഇല്ല, അതാണോ എന്റെ വിഷമം. കേക്ക് ഏതായിരുന്നു? ആരെങ്കിലും അറിയുന്ന ഏത് കേക്കാ മുറിച്ചെന്ന്? കളിക്കാൻ പോയി വേറെ കേക്ക് മുറിക്കാൻ പോയില്ലേ? നീ ചെല്ലാണ്ട് കേക്ക് മുറിക്കത്തില്ലെന്ന്, 1 വയസ്സ് മുന്നോട്ട് പോകത്തില്ലെന്നോ ഞാൻ അറിഞ്ഞു. അവനെ ചുമ്മാ ഒന്നുമില്ല, 65 വയസ്സ് ഡയറക്റ്റ് ആയതല്ല. നിന്റെ സൈഡ് പറഞ്ഞത് നിന്നെ കൊണ്ട് പോകാൻ. അല്ല പച്ചമുളക് മേടിക്കണം ഞാൻ പറഞ്ഞു. പച്ചമുളക് 1/2 കിലോ പച്ചമുളക് വാങ്ങിച്ചു. പട്ടിക്കൊണ്ട് മേടിക്കണ്ട, അജയ് പറഞ്ഞു മുട്ട ഉണ്ടെന്ന്. അത് ഇന്നല്ലേ? അല്ല ഇന്ന് മീനുണ്ടായിരുന്നു, ഇന്ന് മീനായിരുന്നു. മുട്ടയായിരുന്നു. നീ ചുമ്മാ എങ്ങും പോകാതെ കാണാൻ. എന്നോട് അജയ് രാവിലെ പറഞ്ഞത് പിന്നെ നാളത്തേക്ക് ഇന്ന് മുട്ടയായിരുന്നു. ഇന്ന് കിച്ചു എന്നോട് പറഞ്ഞു മുട്ട. നീ ചെരുപ്പ് നമുക്ക് എടുത്തോളാം. ഇങ്ങനെ പറഞ്ഞേ. എരപ്പിക്കോ? ഇതെന്താ ഇവരുടെ പ്രശ്നം? മാമന് പൈസ കൊടുത്തോ നീ? 25 പൈസ 25 പൈസ മാമന് കൊടുത്തോ നീ മുട്ട പൊട്ടിച്ചേന്റെ? മഴ പെയ്തില്ലെങ്കിലും അത് നിന്റെ കോമഡിയാണോ? നിന്റെ കോമഡി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പൈസ കൊടു. 3 ട്രേ മുട്ടയുടെ. 3 ട്രേ അല്ല, 1 ട്രേ മുട്ടയുടെ 30 മുട്ടയുടെ. അയ്യരാ, നല്ലൊരു കുട്ടൻ. നല്ല കുട്ടന്റെ കുറിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാത്ത് പോലും ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കത്തില്ല. നീ കാണിക്കും. നല്ല സുന്ദരി പാത്തു, ഒരു വഴക്കില്ല. അവർക്ക് കിട്ടാനുള്ള കിട്ടി, അതും കഴിച്ചു. അവൾക്ക് ചോറ് കൊടുത്ത് അകത്തെ ചോറ് തിന്നിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് അവളുമാർക്ക് കൊടുത്ത ചോറ് അവിടെ കുത്തി തുഴഞ്ഞ് മൂക്കിട്ട് കുത്തി. ചേച്ചി അവിടെ മധുരക്കിഴങ്ങെടുത്ത് ചരുവത്തിലേക്ക് ഇടുന്നതാണ് കാണുന്നത്. കുരുത്തക്കേട് കാണിക്കുന്ന കിടുവിനെ
വെരിട്ടി നിർത്തിയിരിക്കുന്ന മറ്റൊരു സീനാണിത്. ആ കേട്ടായിരുന്നു പതുക്കെ അതിങ്ങനെ ഞോണ്ടുന്നത്. അപ്പം മാമൻ പതുക്കെ വടി അങ്ങോട്ടൊന്ന് വെക്കും. എടാ ഞങ്ങളെ കണ്ടുപിടിക്കടാ. എടാ ഞാനിതെല്ലാം പിടിച്ചിട്ട് കൊടുക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ സുലുവ മടങ്ങിയിരിക്കുന്നുണ്ടോ? ഞാൻ മര്യാദക്ക് ഇരിക്കുക. ഞങ്ങൾ ഈ കുട്ടക്കടൊന്നും കാണിക്കുന്നത് നല്ല കുട്ടിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടം. നമ്മൾ രണ്ടോ നമുക്ക് ടൂർ പോവടാ. നമുക്ക് കുളു മണാലി. എവിടാ പോന്നേ? ആ കുളു മണാലി. നിങ്ങളിവിടെ മണിയണ്ണൻ്റെ കൊച്ചിനെ കളിപ്പിച്ചിരിക്കും. ഞാനും കിട്ടും കുളു മണാലി പോയി കൂളിംഗ് ഗ്ലാസും വെച്ച് പോകും. എന്നിട്ട് നമുക്ക് കാശ്മീർ പോകണം. നല്ല കുഞ്ഞ് ഈ കുഞ്ഞിനെന്താ കുഴപ്പം? പൗഡറൊക്കെ ഇട്ട് നല്ലപോലെ ഒരുക്കി ഞങ്ങളും പോയില്ല. എവിടെ പൊക്കോ? ഞങ്ങളിവിടെ കുളു മണാലിയിലെ ഉത്സവത്തിന് പോകും. ഹേ ഹാ കാനക്കായ എന്ന് മോൻ പഠിച്ചല്ലേ ഹിന്ദി പറയാൻ? കിടുനത്തില്ലേ കാനക്കായ? അത് മതി. അതെ അച്ചാച്ചിയെ കൊണ്ടുപോകണോടാ കുളു മണാലിയില്? അച്ചാച്ചിയെ കൊണ്ടുപോണ്ടേ? ആ അച്ചാച്ചിയെ കൊണ്ടുപോയേക്കാം. ആരെയാ കൊണ്ടുപോണ്ടാത്തേ? ആരെയാ കൊണ്ടുപോകാത്ത? നമ്മള് കൊണ്ടുപോവാം. ഈ മീനൊക്കെ സുലുവമ്മ മാമനെയും കൊണ്ടുപോണ്ടല്ലേ? അല്ല ഇതിനകത്തെ വലിയ മീനൊക്കെ എന്ന് നിങ്ങൾ പിടിച്ചേ? ഞങ്ങളങ്ങനെ മീനൊക്കെ പിടിക്കും. ഞാൻ മിണ്ടത്തില്ല ആരോടും. ഈ സുലുവിനെന്ന് പാടാതെ പോലെ സുനേനല്ലേ പാടി ദേശാസ് പാടുന്നുണ്ടല്ലോ സുനേന. വീട്ടിൽ പാടും. മുമ്പേ അണ്ണാനെ അവിടെ നിന്നോണ്ട് വിളിച്ച് കിടുവേന്നോട് പറയാം ഒന്ന് നിക്കണ്ട സുരേഷ് എന്ന് വരുവന്ന്. ഏരിയനോ? ആ നീ വരുന്ന കൂട്ടിക്കൊണ്ടുവരാൻ? ആ അതേ കിടക്കുന്നു. വീണു കിടക്കുന്നു. അതെ അമ്മ ഒന്ന് പിടിച്ചു വെച്ചേമ്മേ. അറിയാമോ നോക്കുക? ഉപ്പുണ്ടോ ചോദിച്ചു. എടുക്കട്ടെ സുലുവമ്മ. എന്തോ സുലുവമ്മ അവൻ എടുക്കുവല്ലേ? അപ്പയ്ക്ക് തന്നില്ലേ? അത് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അത് ചെറുതാ. ഇത്രയുണ്ട്. പാലിട്ട് വന്നിട്ട് പതുക്കെ കഴിയണോ? അവനെ അരമണിക്കൂർ മുമ്പ് തിന്നു. എന്നിട്ട് ബാക്കിയാണ് പിന്നെ അവനാ സങ്കടം. മധുരക്കിഴങ്ങിന് മധുരമാണെന്നാണ് സുലുവമ്മയുടെ പരാതി. നാടൻ കുഞ്ഞിനെ കണ്ടോ? നാടൻ കുഞ്ഞ്. നമുക്ക് ചേച്ചി അള്ളുംപാറ പോയി പറങ്ങാണ്ടി ചൂടാ ചേച്ചി. ജോലിക്കാത്തിതല്ലേ കണ്ടത്? അടുത്ത ദിവസം ഇട്ടേ അള്ളുംപാറ പോയി പറങ്ങാണ്ടി. അള്ളുംപാറ പോയി ഞാൻ മടുത്തന്ന് കേട്ടോ. ആ വെള്ളം കയറിട്ട്. ആരാ അത്? ആരാ? അച്ചാച്ചിയാണോ? അച്ചാച്ചിയെ പോലെ സൗണ്ട് കേട്ടോ. ആരാ? എന്തുവാ ഇത്? പ്രേം നസീറോ? ചെരുപ്പ് തിരിച്ചിട്ട്. ചെരുപ്പൊക്കെ നേരെയാണോ? വിളിച്ച് സുന്ദരനായതാ? പ്രേം നസീറിനോട് വല്ലതും ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദിച്ചോണം. ഉത്തരവാദിത്വം. എന്തുവാ അത്? അടുത്ത് വെച്ചോ. മീൻ വറക്കാൻ ഏൽപ്പിച്ചതാണ് ഈ കുട്ടിയെ. മസാലയൊക്കെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മറ്റേ കൊച്ചേർക്കം നോക്കിയിട്ടൊന്ന് പേടിക്കണ്ടേ? കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. പോണോ ആശുപത്രി? ഗ്യാസാ. എന്നാ കുഴപ്പമില്ല. നിങ്ങൾ ഗർഭിണിയാണെന്നാ? ഒരിടി ഞാൻ നിനക്ക് തരും. ഞാൻ കുഞ്ഞാവ് കുളിക്കാൻ പോയത് കൊണ്ടാ. ഇല്ലെങ്കിൽ കുഞ്ഞാവ് പാവം ചെയ്തു തന്നെ. ഇവന്റെ ഓപ്പറേഷൻ നീന്തറ ഹൃദയം കണ്ടുപിടിക്കുന്നു. ഇട്ട് വെച്ച കാപ്പി ചൂടാക്കിയതാ. കുഞ്ഞാവ് ഇവിടെ മീൻ പറക്കുന്നു. എനിക്ക് കിടുവിന് ചോറിനാനല്ലേ കിടുവേ? കണ്ടോ എന്നെ പൊന്നാ? അച്ഛൻ മോനും കൊച്ചു ടിവിയുടെ പേരിലാടി. എനിക്കിതിൽ ഇടപെടാൻ പറ്റത്തില്ലേ? ദേ രണ്ടെണ്ണം കിടന്നടി ഉണ്ടാക്കുന്നു. ഇവര് സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് ബ്രദറും തമ്മിലടി. അപ്പനും മോനും കൊച്ചു ടി വിക്ക് വേണ്ടി അടി.
അടിപൊളി മീൻ വറക്കുന്ന കണ്ടോ കുഞ്ഞമ്മാമൻ? എടാ മീനും തപ്പയ്ക്ക് ചോറ് വരത്തിരുന്നു നിനക്കോ? ഒരു കീഴി ഇവിടെ ഇല്ല, എല്ലാം കൂടെ ഞാൻ വലിച്ചു കയറി പറമ്പിലായി പറഞ്ഞു കഴിഞ്ഞാൽ. നീ എന്തിനാ അച്ഛ അടിച്ചേ? അച്ഛയുടെ നെഞ്ചത്തടിച്ചേ എന്തിനാ? ഒന്നാമതെ നെഞ്ചുവേനെന്നും പറഞ്ഞിരിക്കുക. അതിനാണോ നെഞ്ചത്തടിച്ചേ? ആ നല്ല കാര്യം. കട്ടൻ കാപ്പി എന്താ കുച്ചു കൊടുക്കാൻ ചോദിച്ചിന്? ഞാൻ ഇട്ട് കൊടുക്കണ്ടായിരുന്നോടാ, പാവല്ലേ. കട്ടൻ കാപ്പി ഇട്ട് തരട്ടെ? ഇട്ടെന്നതിന്റെ പ്രശ്നം തീരുവോ? എന്താന്ന്? അത് ചന്തയിൽ നിന്ന് വെട്ടിക്കിട്ടിയ മീനല്ലേ? ഞാൻ മസാല പറ്റി എന്റെ കൈകൾ സ്പർശിച്ചോണ്ടാണ്. വെട്ടിയ മീൻ അവനോടൊന്ന് കഴുകാൻ പറഞ്ഞ്, അതാണ് അവന്റെ കൈകൾ സ്പർശിച്ച്. ഞാൻ ഇട്ട് കൊടുത്ത മസാല വെള്ളത്തിൽ കലക്കി കളഞ്ഞിട്ട് തന്നെത്താനെ ഇട്ടു. ഉപ്പങ്ങാനം കുറവാണെങ്കിൽ. കുഞ്ഞ ഉപ്പുണ്ടോ നോക്കിയായിരുന്നു? സത്യമായിട്ട് ഞാൻ നോക്കുന്നത്. അല്ല അതിന്റെ അടുത്ത കൈയിലെ പോയേ അടുത്ത കൈക്ക് മുറിഞ്ഞിരിക്കുന്നില്ലേ? അവൻ രണ്ടെണ്ണ വരി കൊടുക്കുന്നു. ഇതൊക്കെ ഓവറാന്ന് പറയുന്ന ഇതിലൂടെ ഒന്ന് കണ്ടോ കേട്ടോ. കിച്ചണിൽ വേറെ കാര്യമുണ്ട്. അല്ല കിച്ചി ഇപ്പൊ എന്താ റെഡി? ഫോണിൽ കൂടെ കിച്ചി കുറെ കാന്തരങ്ങൾക്ക് ഫോണിൽ കൂടെ വാങ്ങി കൊടുക്കും. അറിയാതെ എന്റെ ഫോൺ റീചാർജ് ചെയ്തു. കിച്ചു നാളെ എന്റെ ഇതിലൂടെ കിച്ചു എന്റെ കൂടെ അറിയാൻ ചെയ്യാൻ പറയോ? ഞാൻ പറയാം. അറിയാതെ അവിടെ പേരെന്തോ ധൈര്യം ഒറ്റ പെട്ട പേരോടാ ഫോണിൽ കൂടെ. ഏതെങ്കിലും ഒരു പെട്ട പേരോടാ. എത്ര പിള്ളേരുടെ പേര് പറയണം? നീ ഒന്നിന്റെ പേര് പറ. അല്ല ഏതെങ്കിലും ഉണ്ടോന്ന് അറിയാനാ. അതന്നെ നീ ആടെ ഗോതറക്കല്ലേ? കിച്ചണിൽ നമ്മൾ ഓപ്പൺ ചർച്ച കൊടുക്കുക. നിനക്ക് ധൈര്യമുണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? പേര് പറ. എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. ഇല്ല. അപ്പൊ കാണുന്ന പെൺപിള്ളേർക്ക് മനസ്സിലായല്ലോ. ഇടയ്ക്കൊന്ന് ഓർത്തേക്കണം ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. നീ പറയൂടെ എനിക്ക് പെൺപിള്ളേർ വിളിക്കുവാന്ന്? അതാ കൈ അതൊക്കെ എന്നോട് നീ ഒരു സംഭവം അതാരെ താഴെ വന്ന് നോക്കുന്നേ? എന്റെ ചാച്ചൻ ആർക്കാ വരി കൊടുക്കുന്നത്? ഇപ്പൊ തരാ നോക്കിയിരുന്നോ? സുലോമോടെ കത്തി കഥ പാവം വിടൂ. നോർമലി ഈ കേക്ക് മുറിക്കുന്ന വീഡിയോ കണ്ടില്ലേ? ആരാടാ കിടു മണ്ടൻ? കിച്ചു ആണോ അച്ഛയാണോ? കിച്ചു ആരാ മണ്ടൻ? ആരാടാ? അച്ഛയാണോ കിച്ചു ആണോ? അച്ഛയാണോ കിച്ചു ആണോ? അച്ഛ വിളിച്ചോളാം പറ. വെള്ളം വേണോ? കണ്ണുണ്ടോ? നീ തിന്നാലേ തീർത്തുള്ളൂ. ഞാൻ വേമ്പ എടുത്തരാ. നീ തിന്നുന്നില്ലല്ലോ. അച്ചാച്ചി അമ്മ കൂട്ടി പോകുന്ന